ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ ശ്യാമ ഭഗവാന്റെ കഴുത്തിലേക്ക് ഇടുന്ന തുളസിമാല രാധികയുടെയും വരുണിന്റെയും കഴുത്തിലേക്ക് വന്നു വീഴാണ്. ഇത് വീഴുന്ന സമയം രണ്ടുപേരും പെട്ടെന്നൊന്നും ഞെട്ടുന്നുണ്ട്. എന്നാൽ വരുണിന്റെ മുഖത്ത് നല്ല സന്തോഷാ. രാധിക ഒരു അത്ഭുതത്തോടു കൂടി വരുണിനെ നോക്കുക. ശേഷം രണ്ടുപേരും ആ മാല ഇങ്ങനെ ഊരുക. രാധിക ഒന്നും പറയാതെ അവിടുന്ന് കുളക്കരയിലേക്ക് പോവാണ്. അമ്മയാണ് തന്റെ കഴുത്തിലിട്ടതെന്ന് രാധികയ്ക്ക് അറിയില്ലല്ലോ. വരുണിനാണെങ്കിൽ ഭയങ്കര സന്തോഷവും. അങ്ങനെ തുളസിക്കരയിൽ വന്നിരിക്കുന്ന രാധിക ഈ പൂമാല ഭഗവാൻ കൃഷ്ണനാണ് രണ്ടുപേരുടെയും കഴുത്തിലിട്ടെന്നുള്ളൊരു ധാരണയില് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്. മുഖത്ത് ചെറുതായിട്ടൊരു പുഞ്ചിരിയും വരുന്നുണ്ട്. അപ്പോഴായിരിക്കും വേറെ കുറച്ച് പെൺകുട്ടികൾ വരുന്നത്. രാധികയെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പോലും ഹാരം ഇത്രയും സമയം പിടിച്ചു നിന്നിട്ടുണ്ടാവില്ല. അതിനിത് സാധാരണ ഹാരം അല്ലല്ലോ. അതിനുശേഷം ആ മണവാളനെ വേറെ ആരും കണ്ടിട്ടില്ല. അത് കൃഷ്ണനായിരിക്കും, ഇവളുടെ കൃഷ്ണൻ എന്ന് രണ്ടുപേരും ഇങ്ങനെ പറയാ. എന്നിട്ട് അവര് പോവും. രാധിക അത് കേട്ടിട്ടും ഒരു പുഞ്ചിരിയോട് കൂടി ഇരിക്കാ. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വെള്ളത്തില്, അതായത് കുളത്തിലെ വെള്ളത്തില് തന്റെ പ്രതിബിംബത്തിന്റെ അടുത്ത് വരുണും തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണുന്നില്ല. വരുണ് അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് വീണ്ടും ആ വെള്ളത്തിൽ നോക്കുമ്പോ കാണുന്നുണ്ട്. ഇതെന്താ സ്വപ്നം കാണാണോ എന്ന് പറഞ്ഞിങ്ങനെ തറയ്ക്ക് കൈവെക്ക. അപ്പോഴേക്കും അപ്പൊ തന്റെ സ്വപ്നത്തിൽ ഞാനുണ്ടല്ലേ എന്ന് ചോദിച്ച് വരുണ് മുന്നിലേക്ക് വരണേ. എന്നിട്ട് നോക്കി ചിരിക്കുമ്പോ രാധികയും ചിരിക്കുന്നുണ്ട്. വരുൺ അങ്ങോട്ട് വരുമ്പോ രാധിക എഴുന്നേൽക്ക. എന്നിട്ട് ആ തുളസിമാല വേഗം ബാക്കോട്ട് പിടിക്കും. ഇപ്പൊ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പറഞ്ഞത് കാരണം ഇതൊരു കൃഷ്ണനാണെന്നാ രാധികയ്ക്ക് തോന്നുന്നത്. രാധിക കണ്ണെടുക്കാതെ വരുണിനെ തന്നെ നോക്കുക. വരുൺ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആ നോട്ടം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാ രാധിക സ്വപ്ന ലോകത്തുനിന്ന് പോലെ ഇങ്ങനെ നിൽക്കുമ്പോ വരുൺ ചുറ്റും നോക്കിയതിനു ശേഷം രാധികയുടെ കയ്യില് ഒരു ചെറിയ നുള്ളു വെച്ചുകൊടുക്ക. എന്ന് പറയുമ്പോ വരുൺ പറയും, ഇപ്പൊ മനസ്സിലായില്ലേ, സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അധികം ഒന്നും പറയണ്ട ഓടിപ്പോകുമ്പോ പോവല്ലേ, നിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. രാധികയ്ക്കും എന്താ? അതെ, താൻ വരച്ച ആ കളം ഞാൻ കണ്ടു. അത് ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തി എടുത്തിട്ടുമുണ്ട്. ഇതുവരെ ഞാൻ പകർത്തിയതിലെ ഏറ്റവും നല്ല ചിത്രം എന്നൊന്നും പറയില്ല. കാരണം എന്താ, ആ ചിത്രം ഇനി ഞാൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ, തന്റെ ചിത്രം. രാധികയ്ക്ക് ചെറുതായിട്ട് നാളൊക്കെ വരുന്നുണ്ട്. ഒന്നും പറയണ്ടേ, വീണ്ടും ഓടിപ്പോവാൻ തുടങ്ങുമ്പോ പോവല്ലേ എന്ന് പറഞ്ഞ് വരുണും പിന്നാലെ ചെല്ല. എന്നിട്ട് പറയും, പിന്നെ തന്റെ നൃത്തം എന്തോ എനിക്കതിന്റെ ക്യാമറയിൽ എടുക്കാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് അഴകായിരുന്നു. രാധിക എനിക്ക് പോണം എന്ന് പറഞ്ഞ് വീണ്ടും ഓടുമ്പോ വരുണും കൂടെ ഓടാ. അപ്പൊ രാധിക അവിടെ നിൽക്കും. പൊക്കോളൂ, പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം കേട്ടിട്ട്. തന്നെ കുറിച്ച് ഞാൻ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പോ മുത്തശ്ശി എന്താ പറഞ്ഞതെന്നറിയോ? താനേ രാധയാണെന്ന്, ഭഗവാന്റെ രാധയെ പോലെ. രാധികയ്ക്ക് വല്ലാത്തൊരു ഫീല് വരികയാണേ. വരുൺ പറയും, എടോ, തന്നെ കണ്ട ആദ്യ നിമിഷം മുതലേ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു കുളിരൊക്കെ വരുന്നറിയില്ലേ, ആ ഒരു ഫീലിലാണ് രാധിക നിൽക്കുന്നത്. ചിരിക്കുന്നുമില്ല എന്നൊരു അത്ഭുതമുണ്ട്. രാധികയുടെ ശ്വാസം അങ്ങ് നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാ. വരുണാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും ഭയങ്കര ഹാപ്പി. ഒരുപാട് ഇഷ്ടമാണ്. അല്ല, എന്നെ ഇഷ്ടമാണോ? ചോദ്യത്തില് മറുപടി ഒന്നും പറയാതെ അത്ഭുതത്തിൽ നിന്ന് പോലെ നിൽക്കാണ് രാധിക. ആ പൂമാലയിൽ പിടിച്ചുകൊണ്ട് വരുൺ ചോദിക്കും, പറയടോ. രാധിക അറിയാണ്ടേ കൈ വിടണേ. എന്നിട്ട് അവിടുന്ന് ഓടിപ്പോവും. പോവല്ലേ, എനിക്ക് മനസ്സിലായിട്ടോ. അത് കേൾക്കുമ്പോ രാധിക തിരിഞ്ഞു നോക്ക. വരുൺ അങ്ങനെ പൂമാല നോക്കി ചിരിക്കുമ്പോ രാധിക ഒന്നും പറയാണ്ട് ഓടിപ്പോവാണ്. വരുൺ ആ ഹാരവും കയ്യിൽ പിടിച്ച് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്ക. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണേ. കണിമംഗലത്ത് മുത്തശ്ശി നല്ല ഉറക്കാണ്. അപ്പൊ റൂമിലേക്ക് ഓടിക്കേറി വരിക വരുൺ. ഓഹോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെന്ന് ഠോ എന്ന് പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കുക. പക്ഷെ മുത്തശ്ശി മയക്കത്തില്ല. വിളിച്ചുണർത്തണ്ടെന്ന് കരുതി പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശിക്കും, നീ നിന്റെ രാധയെ കണ്ടോടാ? അത് ശരി, അപ്പൊ കള്ളവർക്കായിരുന്നല്ലേ, എഴുന്നേൽക്ക് വാ എന്ന് പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അതല്ല, മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം ഇക്കാര്യം? നീ ഈ മുറിയിലേക്ക് എങ്ങനെയാ വന്നത്? ഓടിയിട്ടല്ലേ? അങ്ങനെയുള്ള നിന്റെ വരവിലെ ആ വരവിന്റെ കാലടി ശബ്ദം കേട്ടാലറിയാം നീ ആഗ്രഹിച്ചൊരു നല്ല വാർത്തയുണ്ടെന്ന്. വരുൺ ചോദിക്കും, എന്റെ പൊന്നെ, ഇതൊക്കെ എവിടുന്ന് ഒഴിച്ചു? മുത്തശ്ശി പറയും, പ്രായം കുറച്ചായില്ലേ മോനെ, എത്ര ആൾക്കാരെ കണ്ടു, എത്ര അനുഭവം, എന്നിട്ട് പറ. വരുൺ പറയും, ഞാൻ അവളെ കണ്ടു മുത്തശ്ശി, കണ്ണ് നിറച്ചു കണ്ടു. എന്താ പറയാ, നമ്മൾ കുറെ സമയം ഈ മായലോകത്തൊക്കെ പെട്ടിയെടുക്കാന്ന് പറയില്ലേ, അതുപോലെയാ. പിന്നെ അമ്പലത്തില് അവളുടെ നൃത്തം ഉണ്ടായിരുന്നു. ഗംഭീരെന്ന് പറഞ്ഞാ പോരാ, അതിനപ്പുറത്തുള്ള എന്തോ ഒന്ന്. മുത്തശ്ശിക്കും, കണ്ടേ ഉള്ളൂ, സംസാരിച്ചില്ലേ? നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞില്ലേ? അപ്പൊ ഒരു നാണത്തില് വരുൺ പറയും, ഞാൻ പറയാതെ പറഞ്ഞു. അതിനുള്ള മറുപടിയും കിട്ടി. മുത്തശ്ശിക്കും, അതും പറയാതെയാണോ? അപ്പൊ വരുൺ പറയും, എന്താ പേരവളുടെ? വരുൺ പറയും, പ്രിയങ്ക. കള്ളം, ആളത്രയ്ക്ക് മോശമൊന്നുമല്ല,
ആ അമ്പലത്തിൽ ഒരു പൂജാരി ഉണ്ട്, ദേവനാരായണൻ തിരുമേനി. ആ തിരുമേനിയുടെ മകളാ. മുത്തശ്ശി പറയും, ഹോ, ഈ അമ്പലത്തിലെ പൂജാരി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്ഥാനമൊന്നും അല്ല. വരുൺ പറയും, അത് മുത്തശ്ശിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തോണ്ടാ. എന്റെ മുത്തശ്ശി ദൈവം കഴിഞ്ഞ തൊട്ടടുത്ത സ്ഥാനത്ത് ആളുകളുടെ മനസ്സിൽ ദേവനാരായണൻ തിരുമേനി. എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം പൂജിച്ചാലുണ്ടല്ലോ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന പറയുന്നേ. മുത്തശ്ശി ഇങ്ങനെ ഒന്നും പറയേണ്ട അന്തം വിട്ട് നിൽക്കുമ്പോ വരുൺ ചോദിക്കും, എന്താ മുത്തശ്ശി? അതോ അമ്മായിപ്പനോടുള്ള നിന്റെ ബഹുമാനം കണ്ടിട്ട് അതിശയിച്ചു പോയതാണ്. അപ്പൊ വരുൺ പറയും, അതെ, ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള പരാതിയൊന്നും മുത്തശ്ശിക്ക് വേണ്ട, അച്ഛനും അമ്മയ്ക്കും വേണ്ട. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ശുഭമുഹൂർത്തത്തില് കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ. എന്നിങ്ങനെ നാണത്തിൽ തലകുനിച്ച് പറയുമ്പോ മുത്തശ്ശി പറയും, അതിങ്ങോട്ട് മുഖത്ത് നോക്കി പറയടാ. അപ്പൊ വരുൺ ബാക്കടിച്ച് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ മുത്തശ്ശി പറയും, എടാ, അത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞോളാം. പ്രിയങ്ക, എന്റെ കൊച്ചുമോന്റെ പെണ്ണെ. വരുൺ പറയും, ഐ എം സോ ഹാപ്പി മുത്തശ്ശി, ലോകം കീഴടക്കേണ്ട സന്തോഷത്തിലാ ഞാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാ. എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോവാ. മുത്തശ്ശി വരുണിന്റെ ഈ സന്തോഷമൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധികേനെയാണ്. രാധിക ഭഗവാന്റെ അടുത്ത് പൂജാമുറിയിലാ. ചോദിക്കാ, ഇഷ്ടാണോ എന്നൊക്കെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? അങ്ങനെ പറയണോ? അയാളെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നാ. എന്താ അയാൾ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ എതിർക്കാത്തത്? എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കൊണ്ട് എന്തിനാ കണ്ണ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നേ? ചിരിപ്പിച്ച് എന്നെ എപ്പോഴും കരയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതും അങ്ങനെയാണോ കണ്ണ? എന്നാ പിന്നെ എന്റെ മനസ്സൊന്ന് മായ്ച്ചു കളഞ്ഞേക്കണേ, എനിക്ക് വിഷമിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാധിക ഉറങ്ങാൻ പോകുന്നത്. ശേഷം മറ്റൊരു ദിവസം രാവിലെയാ. രാധിക കിച്ചണിലാണ് ചായ ഉണ്ടാക്ക. ഈ സമയം മറ്റു ബ്രോക്കർ അവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തിരുമേനിയുടെ ഒരു വിളിയും ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അച്ഛൻ പറയും, പെൺകുട്ടികളുടെ കാര്യമല്ലേ, ചിലപ്പോ തീരുമാനം എടുക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. മുത്തശ്ശി പറയും, എത്രയും പെട്ടെന്ന് വേണം, അതാ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആവശ്യം. ബ്രോക്കർ പറയും, ആയിക്കോട്ടെ, എന്റെ പണി തന്നെ അതാണല്ലോ. ഇതേ സമയം കിച്ചണില് രാധിക ഇങ്ങനെ ചായ എടുക്കണേ. അപ്പോഴേക്കും പ്രിയങ്ക വന്നിട്ട് അറിയും, കോൾ അടിച്ചിട്ടുണ്ടല്ലോ. എന്തിനെ? പ്രിയങ്ക പറയും, ബ്രോക്കർ വന്നിട്ടുണ്ട്. പെൺകുട്ടികളുള്ള വീട്ടിലെ ബ്രോക്കർമാര് വരുന്നത് എന്തിനാ? കല്യാണാലോചനയുമായിട്ടല്ലേ? രാധിക പറയും, അയാൾ വേറെന്തെങ്കിലും ആവശ്യത്തിന് അച്ഛനെ കാണാൻ വന്നതായിരിക്കും. പ്രിയങ്ക പറയും, ചെന്ന് നോക്ക്, ആ ഇരിപ്പും സംസാരമൊക്കെ കണ്ടാലറിയാം കെട്ടിക്കാനുള്ള പരിപാടിയാണെന്ന്. ദാ പിന്നെ അവിടെ ചെന്ന് നിന്ന് തല കുനിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്ന ആര് വേണമെങ്കിലും ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞേക്കരുതേ. പയ്യന്റെ ഫോട്ടോ കാണിച്ചാലും പയ്യൻ നേരിട്ട് വന്ന് നിന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കണം. എന്നിട്ട് ചോദിക്കാനുള്ളതൊക്കെ അങ്ങ് ചോദിക്കണം. ചെല്ലി കൊണ്ടുപോയി കൊടുക്ക്, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കൈ എഴുകുമ്പോഴേക്കും ഇതൊന്നും രാധയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാലും പ്രിയയോട് പറയും, ഞാൻ എടുത്തുതരാം. പ്രിയ പറയും, വേണ്ട, മണവാട്ടി ചെല്ല്, കറിയൊക്കെ എവിടെ ഇരിക്കുന്നത് പോലും നിനക്കറിയില്ല, മാറിക്കേ എന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണേ. ഇതേ സമയം ബ്രോക്കറുമായിട്ട് അവരോട് സംസാരിക്കുക. നല്ല അന്തസ്സും ആഭിചാർത്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വേണം, പയ്യനെ ഒരു ദൂഷ്യവും ഉണ്ടാവരുത്. ബ്രോക്കർ പറയും, ഇവിടുത്തെ രീതിയൊക്കെ എനിക്കറിയാലോ, അതിന് പറ്റിയൊരാളല്ലേ ഞാൻ കൊണ്ടുവരൂ. അപ്പൊ അച്ഛൻ പറയും, അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനും ഒരു പരിധികളുണ്ട്, അതുകൂടി ഒന്ന് ഓർത്തോളണം. ഇതാ മോളുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ ഫോട്ടോ എടുത്തു കൊടുക്കുക. അപ്പോഴേക്കും രാധിക അങ്ങോട്ട് വരിക. ചായ കൊടുക്കുമ്പോ പ്രിയയുടെ ഫോട്ടോ ഇങ്ങനെ ബ്രോക്കർ കൈ പിടിച്ചിരിക്കുന്നത് രാധിക കാണുന്നുണ്ട്. അങ്ങനെ ചായ ഒക്കെ കൊടുത്തതിന് ശേഷം പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലണേ. ഇപ്പൊ രാധികയ്ക്ക് സന്തോഷായി. രാധികയ്ക്ക് വേണ്ടി എല്ലാം ഉള്ള ആശ്വാസത്തില്. നല്ല വിദ്യാഭ്യാസം വേണം, പ്രിയങ്കുമ്പോള് നന്നായി പഠിച്ച കുട്ടിയാ. അപ്പോഴാണ് പ്രിയങ്ക ഞെട്ടുന്നത്. രാധിക ഇങ്ങനെ ചിരിക്കുക. എന്നിട്ടൊന്ന് കളിയാക്കി ചിരിച്ച് രാധിക അവിടുന്ന് പോവാ. എന്ന പ്രിയങ്ക വല്ലാതെ ഞെട്ടി നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ കൽപ്പനയും അനിയത്തിയും കൂടി സോപ്പിടാൻ നടക്കുക. ആദ്യം മുത്തശ്ശിയുടെ അടുത്തേക്കാ. മുത്തശ്ശി, ഇതാ ഒരു ചായ. ഞാൻ ചായ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ഇതെന്താ ഇപ്പോ? അപ്പൊ കൽപ്പന പറയും, റോഷ്നിക്ക് ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് ഒരേ നിർബന്ധം, മുത്തശ്ശിക്കും വരുണും കൂടി ചായ കൊടുക്കണമെന്ന്. റോഷ്നി വയ്ക്കും, വരുണിടെ മുത്തശ്ശി, അവനവന്റെ റൂമിൽ കാണും, കണ്ടില്ല മുത്തശ്ശി. കൽപ്പന പറയും, അല്ല, വരുണ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മുത്തശ്ശിയുടെ കൂടെയാണല്ലോ, അതേ വിളി ചോദിച്ചത്. അങ്ങനെയാ സ്നേഹമുള്ളവര്. റോഷ്നി പറയും, എന്നാ പിന്നെ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ അവര് റൂമിൽ നിന്ന് ഇറങ്ങാ. എന്നിട്ട് വരുണിനെ അന്വേഷിച്ച് നടക്കുക. അപ്പൊ വരുണുണ്ടാവും മുകളിലെ ബാൽക്കണിയിലിരുന്ന് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നത്. ദാ അവിടെ ഇരിപ്പുണ്ട്, നീ അവന്റെ അടുത്തേക്ക് ചെല്ലേ. റോഷ്നി പറയും, അല്ല, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എടി, എന്റെ മുന്നിൽ ഒരുപാട് കൊഞ്ചല്ലേ, നിന്നറിയാത്ത ആളൊന്നുമില്ല ഞാൻ. അവൻ തനിച്ചിരിക്കുമ്പോ നിങ്ങൾ തമ്മിൽ കാണുന്നത് നല്ലത്, ചെല്ലേ എന്ന് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞയക്കാണ്. വരുൺ കണ്ണടച്ച് പാട്ട് ഇങ്ങനെ ആസ്വദിക്കാണ്. അപ്പോഴായിരിക്കും റോഷ്നി ചെന്ന് വരുൺ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ വിളിക്ക് കേൾക്കില്ല, രണ്ടാമതും കൂടെ വിളിക്കുമ്പോഴാ വരുൺ കണ്ണുറക്കുന്നത്. ഇതെന്താ? ഒന്നുമില്ല, കുറെ തവണ വിളിച്ചെന്നേ ഉള്ളൂ. വരുൺ പറയും, സോറി, ഇടയ്ക്കിടയ്ക്കുള്ള ശീല, പാട്ട് കേട്ടോണ്ടിരുന്ന സർവ്വത് മറന്നുപോകും. ഇതാ ചായ. വരുൺ പറയും, അയ്യോ, എനിക്ക് വേണ്ടായിരുന്നോ? എന്തായാലും എടുത്തില്ലേ, ഇത് കുടിക്കൂ എന്ന് വീണ്ടും പറയുമ്പോ വരുൺ അത് വാങ്ങിച്ച് അങ്ങോട്ട് വെക്കുക. ഏതാ സോങ്? വരുൺ പറയും, തനിക്ക് ഇഷ്ടാവോന്നറിയില്ല, വെസ്റ്റേണാ എന്ന് പറഞ്ഞ് പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. കേട്ട പാടെ അതിങ്ങ് എടുക്കുമ്പോ വരുൺ ചോദിക്കും, എന്തു പറ്റി, ഇഷ്ടായില്ലേ?
റോഷ്നി പറയും വെസ്റ്റേണൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ വേണ്ട. ഞാൻ വരുണിനോട് സംസാരിക്കാൻ വേണ്ടി വന്നത്. വരുൺ ചോദിക്കും എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് ബോറടിക്കായിരുന്നു. വരുണിനോട് സംസാരിച്ചിരിക്കാന്ന് കരുതി കുഴപ്പമുണ്ടോ? വരുൺ പറയും എന്ത് കുഴപ്പം, സന്തോഷമല്ലേയുള്ളൂ. എന്നിട്ട് വരുണിന്റെ മുന്നില് കുറച്ച് നാണൊക്കെ കാണിച്ചു നിൽക്കുക. വരുൺ ചോദിക്കും അല്ല സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വലുതും പറയടോ. റോഷ്നി പറയും വരുൺ സംസാരിക്കേ, ഞാൻ കേട്ടിരിക്കാം. വരുൺ പറയും അത് ബോറൻ ഏർപ്പാടാ. സംസാരിക്കുകയാണെങ്കിൽ രണ്ടുപേരും മത്സരിച്ച് സംസാരിക്കണം, മിണ്ടാതിരിക്കുകയാണെങ്കിലും അതിലും മത്സരിക്കണം. അതാ എന്റെ ഒരു പോളിസി. എന്നാ പിന്നെ നമുക്ക് സംസാരിക്കാം. എനിക്ക് വരുണിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയണം. വരുണിന്റെ ഇഷ്ടങ്ങള്, വരുൺ ഇഷ്ടപ്പെട്ട നിറം, വസ്ത്രം, ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, ഇഷ്ടപ്പെട്ട സ്ഥലം, പോവാനായി ഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ, അങ്ങനെയൊക്കെ. വരുൺ പറയും ഒറ്റവാചകത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ പറഞ്ഞു തീർക്കുമ്പോ ഒരുപാട് സമയം എടുക്കുമല്ലോ. റോഷ്നി പറയും എടുത്തോ, വരുണിന്റെ കൂടെ എത്ര സമയം ഇരിക്കാനും എനിക്കിഷ്ടമാ. എന്നാ ഓക്കെ, ഓരോ ചോദ്യങ്ങൾക്കായിട്ട് ഞാൻ ആൻസർ തന്നേക്കാം. അങ്ങനെ വരുണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഒരുപാട് സമയം അവർ സംസാരിച്ചിരിക്കും. കൽപ്പന അപ്പോഴേക്കും കിച്ചണിൽ എന്തൊക്കെയോ പരിപാടിയിലാ. അല്പസമയം കഴിഞ്ഞ് റോഷ്നി ഓടി വന്ന് കൽപ്പനയെ കെട്ടിപ്പിടിക്കുക. എന്താടി കാര്യം പറ. റോഷ്നി പറയും ചേച്ചി വരുൺ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇഷ്ടപ്പെട്ട നിറം, ഇഷ്ടപ്പെട്ട സിനിമ, അങ്ങനെ വരുണിന്റെ ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ടോ? റോഷ്നി പറയും വരുണൊരു കോള് വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല ഇത്ര ഇഷ്ടങ്ങൾ അവൻ പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടങ്ങൾ ചോദിക്കായിരുന്നില്ലേ? വരുൺ എന്നോട് സ്നേഹമായിട്ടാ പെരുമാറുന്നത്, പക്ഷെ അതിനൊരു പ്രണയത്തിന്റെ അർത്ഥം ഉണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. കൽപ്പന പറയും എടി ആണുങ്ങളൊക്കെ കള്ളന്മാരാ, പെട്ടെന്ന് ഉള്ളിലൊന്നും പുറത്തു വരില്ല. പക്ഷെ നീ ഒരു കാര്യം ഉറപ്പിച്ചോ, അവന്റെ ഇഷ്ടങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിൽ നീയും ഉണ്ടെന്നാ. എന്റെ പൊന്നുമോളെ മുറക്കി പിടിച്ചോ. അപ്പോഴേക്കും റോഷ്നി സ്വപ്നം കണ്ട് നിൽക്കാൻ തുടങ്ങി. എന്റെ പൊന്നുമോളെ ദിവസ്വപ്നം കണ്ട് നിൽക്കാതെ പോയെ, അവന്റെ കൺവെട്ടത്ത് തന്നെ നീ ഉണ്ടാവണം. വരുണിന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് നിന്റെ തീരുമാനമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയുടെ മനസ്സിലെ വരുണിനെ സ്ഥാപിക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധികനാണ്. രാധിക ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുക. തിരക്ക് പിടിച്ചു വന്ന് ഒരു വീടിന്റെ കോളിംഗ് ബെല്ല് അടിക്കുക. അപ്പോ ഡോർ തുറന്ന് പുറത്തു വരുന്നത് ശരത്താണ്. രാധിക ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോ ഉണ്ടാകും പ്രിയങ്കയും. അപ്പൊ ഇങ്ങനെയൊക്കെയാ ഈ എപ്പിസോഡിലുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്